ഹായ് ഹലോ, ഞാനിന്നിവിടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 4 മുട്ടകൾ കല്ലുപ്പ് ചേർത്ത് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം തന്നെ ജീരകം, വലിയ ജീരകം അതിൽ പൊട്ടിച്ച് അതിലേക്ക് സവാള ചേർത്ത്, സവാള ഞാൻ 3 എണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അത് നന്നായി വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കുക്കറിലാണത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്തിട്ടുള്ളത്. ഒത്തിരി സ്പൈസി ആയിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ എരിവ് വളരെ കുറവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവൊക്കെ ചേർക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് നന്നായി അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് തക്കാളി ചേർത്തു. തക്കാളി ചേർത്ത് അതിലേക്ക് ഗരം മസാല ഒരല്പം ചേർത്തിട്ടുണ്ട്. ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടത് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിൽ ചേർക്കുകയാണ്. മുട്ട ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് ഒരല്പം മല്ലിച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. തീ വളരെ കുറച്ച് വെച്ച് ഒരു ചെറു തീയിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.